ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു KFC സ്റ്റൈൽ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. കടയിലൊക്കെ പഴയ എണ്ണയും ഏതൊക്കെ എണ്ണയിലാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കുട്ടികൾക്കും വിരുന്നുകാർക്കും ഒക്കെ വീട്ടിലും എല്ലാവർക്കും ഇത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു ഒന്ന് സപ്പോർട്ട് ഇട്ട് തരിക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഏകദേശം ഒരു 200 ഗ്രാമോളം ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. സ്കിന്നോടുകൂടി എടുക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ സ്കിന്നോടെ അല്ല ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒരു കത്തി വെച്ച് ഫോർക്ക് വെച്ച് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതിലൊട്ടും ഇതിൻ്റെ ഫില്ലിങ് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി ഹോളിട്ട് കൊടുക്കുന്നത്. എല്ലാം ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 200 മില്ലിലിറ്ററോളം വരും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ബട്ടർ മിൽക്ക് തയ്യാറാക്കാനാണ്. നമുക്ക് ചിക്കൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണിത്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഉപ്പ്, അതിന് വേണ്ടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഈ ബട്ടർ മിൽക്ക് ഒന്ന് തയ്യാറാക്കി എടുത്തേക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുത്തി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നമുക്ക് ഇത് ഓർഗാനാണ് 1 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചോ അടപ്പ് എന്തെങ്കിലും വെച്ച് അടച്ച് ഒരു 6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്, ഞാൻ ഫ്രിഡ്ജിനാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് 6 മണിക്കൂർ വെച്ചിരിക്കുന്നത്. വൈകിട്ട് എടുക്കാനാണെങ്കിൽ രാവിലെ തയ്യാറാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി. പിന്നെ അതിലേക്ക് 1.5 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് അര കപ്പോളം കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണിത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കന് വേണ്ടിയിട്ടുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണിത്. എന്നിട്ട് നമുക്ക് ഇത് 6 മണിക്കൂർ ശേഷം എടുത്തിട്ടുള്ള ചിക്കനാണിത്. അതിലുള്ള മസാല എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈവച്ച് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കോട്ടിങ്, ഫസ്റ്റ് കോട്ടിങ്ങാണിത്. ഫസ്റ്റ് കോട്ടിങ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ഇതിനകത്ത് ഈ മൈദ മിക്സ് നമ്മളൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. നന്നായിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് കുടഞ്ഞ് വേണം എടുക്കാൻ. അതിലുള്ള മൈദയെല്ലാം ഒന്ന് കുടഞ്ഞിട്ടിട്ട് വേണം പിന്നെ എടുക്കാനുള്ളത്. ഇതേപോലെ നന്നായിട്ടൊന്ന് കുടയുക. നമുക്കിനി ഒരു കോട്ടിങ് കൂടെ തയ്യാറാക്കാറുണ്ട് ഇതിൽ. അതേപോലെ എല്ലാം ഇതേപോലെ കോട്ട് ചെയ്തെടുക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക. നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇനിയും വീഡിയോ ഇടാൻ ഉള്ള പ്രചോദനം. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇതേപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ടിങ്ങാണ്. എന്നിട്ട് ഇതിനകത്ത് ഒന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ മൈദയുടെ ഇതൊക്കെ വീണിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി വന്ന ഇതാണ് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരുന്നതിൽ
അതിൽ നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാനുള്ളത്. നമുക്ക് ഈ തണുത്ത വെള്ളം മുക്കിയതിൽ വേണം ഒന്ന് മുക്കിയെടുക്കാനുള്ളത് അടുത്ത കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇത് ബാറ്ററി ഇല്ലെങ്കിൽ തണുത്ത പച്ചവെള്ളത്തിൽ മുക്കിയെടുത്താലും മതി. അതിരുന്നുകൊണ്ട് അതിലൂടെ തണുത്ത പച്ചവെള്ളം ഒഴിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ഈ മൈദ ഇതിൽ പിടിപ്പിക്കാനുള്ളത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് കുടഞ്ഞ് വരാൻ വേണ്ട ഇതേപോലെ കിട്ടും നമുക്ക്. അതേപോലെ എല്ലാം ഇതേപോലെ നമുക്ക് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇത് പിടിപ്പിക്കണം. എന്നിട്ട് നന്നായിട്ട് കുടഞ്ഞ് ആ മൈദയുടെ ഇത് കളയാൻ വേണം, കുടഞ്ഞിടുകയും വേണം. ഇടയ്ക്കിടയ്ക്കൊന്ന് അരിച്ചു കൊടുക്കുന്നെങ്കിൽ അതാ ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വീണ് കട്ടയായിട്ടിരിപ്പുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് അരിച്ചു കൊടുക്കുക. ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുടഞ്ഞെടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. അതേപോലെ ഞാൻ ആദ്യം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ബാക്കി ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലായാലും മതി. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചിക്കൻ്റെ പീസ് ഇടുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. നമുക്കിത് ചിക്കൻ വേവാൻ കൂടെ ഉള്ളതാണ്. ലോ ഫ്ലെയിമിലോട്ട് മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. അതായത് നമുക്ക് അകത്ത് പുറത്തുള്ള ഫില്ലിങ് ഡ്രൈ ആയി വരുമ്പോൾ അകത്തുള്ള ചിക്കൻ്റെ പീസും കൂടെ നമുക്ക് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണിത്. അതുകൊണ്ട് എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കനായിരുന്നു. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ളൊരു ചിക്കനാണിത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇത് നമുക്കെടുത്ത് മാറ്റാം. അതായത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയായിരുന്നു. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രൂപത്തിലും തന്നെ രുചി അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം ഇതേപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക. ഇതിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു KFC സ്റ്റൈൽ ചിക്കൻ തയ്യാറാക്കി വന്നിട്ടുണ്ട്. ഞാനൊരു കുബൂസ് കൂടെ തയ്യാറാക്കി. അത് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കുബൂസിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഒന്നിച്ച് ലെങ്ത് കൂടുതലുള്ളതുകൊണ്ടാണ് രണ്ടാക്കി ഇട്ടത്. അത് ഞാൻ അവസാനം പിൻ ചെയ്തേക്കാം കുബൂസിൻ്റെ വീഡിയോ. കുബൂസിൻ്റെ കൂടെ ആയാലും എല്ലാത്തിനോടെ ഇത് കഴിക്കാവുന്ന. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.